ഓക്കെ, ബാച്ച് 13ന്റെ ഡേ 3 ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് ഭയങ്കര പ്രയോജനമുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും, എന്നാൽ വളരെ എളുപ്പമുള്ളതുമായിരിക്കും. ഓക്കെ, നമുക്ക് എങ്ങനെ നോട്ടുകൾ, കുട്ടികൾക്ക് നൽകുന്ന നോട്ടുകൾ എങ്ങനെ വളരെ പെട്ടെന്ന് ഈ എ ഐ ടൂളുകളുടെ സഹായത്താൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നോക്കാം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കുട്ടികൾക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിച്ച് അതിനെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. രണ്ടാമത്. മൂന്നാമതായിട്ട് വർക്ക്ഷീറ്റ്. മൂന്നാമത്തെ വർക്ക്ഷീറ്റ്. മൂന്നിനും സെയിം മെത്തേഡാണ്, ചെറിയ ചെറിയ രീതികൾ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ക്ലാസ് റൂം എടുക്കുക. ഇപ്പോൾ എല്ലാവരും പഠിച്ചു കാണും എങ്ങനെയാണ് ക്ലാസ് റൂം എടുക്കേണ്ടതെന്ന്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോവുക, റീഡ് മോർ എടുത്ത് അതിനകത്തുനിന്ന് ക്ലാസ് റൂമിന്റെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് ക്ലാസ് റൂം നമുക്ക് ഓപ്പൺ ആക്കി കാണാം. ബാച്ച് 13 ഡേ 3. നോക്കുകയാണെങ്കിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വർക്ക്ഷീറ്റിൻ്റെത്, രണ്ടാമത്തത് നോട്ട് തയ്യാറാക്കേണ്ടത്, മൂന്നാമത്തത് ആ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തിരുന്നെങ്കിൽ വളരെ സഹായമായിരുന്നു. അങ്ങനെ 3 കാര്യങ്ങളാണുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ അല്ലാതെ അഡീഷണൽ ആയിട്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. എന്താണ് പറയുന്നതെന്ന് കേട്ടില്ല. ക്ലാസ് റൂം എവിടുന്ന എടുക്കാൻ പറഞ്ഞത്? ഞാൻ പറയാം, ഒരു സെക്കൻഡ്. ഇതൊന്ന്, ക്ലാസ് റൂം എന്ന് പറയുന്നത് ഇത് ഡേ 3 ആയല്ലോ ടീച്ചറെ. നമ്മുടെ വാട്സപ്പിന്റെ B13 എന്നാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര്. ഓക്കെ, B13 ബിക്കം എ സ്മാർട്ട് ടീച്ചർ. അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ക്ലാസ് റൂമിന്റെ ലിങ്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ, അവിടെ നിന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനിയുള്ള എല്ലാ ദിവസങ്ങളും ഇനി പ്രത്യേകിച്ച് ഇത് പറഞ്ഞ് നമുക്ക് സമയം പാഴാക്കാനില്ല, അത് എടുത്തോളൂ. ക്ലാസ് റൂം എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ക്ലാസ് റൂം വഴിയാണ് ഓരോ നോട്ടിലേക്ക്, ഓരോ ദിവസത്തെയും പാഠഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഇന്നത്തെ നമ്മുടെ വളരെ എളുപ്പമുള്ള ടാസ്ക് ആണ്. ഏറ്റവും എളുപ്പമുള്ള ക്ലാസ് നടത്തുക പറഞ്ഞാലും തെറ്റില്ല. പക്ഷെ വളരെ പ്രയോജനമുള്ള, എല്ലാ അധ്യാപകരും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസ്സും കൂടെയാണ്. 3 ടാസ്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 3നും സെയിം പ്രൊസീജിയറാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ അറിയണം എന്നുള്ളത് ആദ്യമേ പറയാം. നമുക്ക് മുന്നേ ഞാൻ ഒരിക്കൽ വീണ്ടും ആവർത്തിക്കുകയാണ്. നമുക്ക് ഫോണിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഫോണിൽ ഒരു ടൂള് വേണം. അതാണ് സേവ് ടു. നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ ഒന്ന് വെച്ചോ, സേവ് ടു. അത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സേവ് ടു, പ്ലേ സ്റ്റോർ എടുത്തിട്ട് സേവ് ടു എന്ന് പറയുന്ന ഒരു ആപ്പ്. ഇതിന് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. സേവ് ടു, ഈ മിഡിലായിട്ട് കാണുന്ന ഈ ആപ്പാണ് സേവ് ടു. ഇതിന് ഇൻസ്റ്റാൾ ചെയ്യാത്തവര് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നാൽ മതി. നമുക്ക് അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ചെയ്യാനുള്ളത് ക്ലാസ് റൂമിൽ വരുമ്പോൾ ചെയ്യണം. നമുക്കിതിനകത്ത് എന്താ ഡൗൺലോഡ് ചെയ്യാനുള്ളത്? സ്റ്റാൻഡേർഡ് 2 വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞൊരു വർക്ക്ഷീറ്റ്. ഇത് ഞാനൊരു ചിത്രം എടുത്തതാണേ. 2ാം ക്ലാസ്സിന്റെ ഒരു ആക്ടിവിറ്റി. 2ാം ക്ലാസ്സിന്റെ ഒരു ആക്ടിവിറ്റി. അപ്പൊ ഇത് നമുക്കിതൊന്ന് ചെയ്ത് പഠിക്കാം, എങ്ങനെ ഇതിന്റെ ആൻസർ AI കൊണ്ട് തയ്യാറാക്കിപ്പിക്കാം. ഇനി ആൻസർ തയ്യാറാക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുക, ഇതുപോലത്തെ ഒത്തിരി വർക്ക്ഷീറ്റുകൾ നമ്മൾ തയ്യാറാക്കും. നമുക്ക് പരീക്ഷാ സമയമാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ പിള്ളേർക്ക് ഈ മോഡൽ
പരീക്ഷയ്ക്ക് മുന്നേ നമ്മൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പരീക്ഷയ്ക്ക് പിള്ളേർ പാട്ടും പാടി കളിച്ച് ചിരിച്ച് പരീക്ഷ എഴുതുമായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനത്തെ വർക്ക്ഷീറ്റുകൾ ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഇനി അടുത്ത എക്സാം വരുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു മോഡൽ ഇപ്പോഴുണ്ട്, പഴയ കഴിഞ്ഞ വർഷത്തെ മോഡലൊക്കെ നമ്മളതിലുണ്ട്. ഈ മോഡലൊക്കെ വെച്ചിട്ട് കൂടുതൽ ചോദ്യങ്ങളുടെ വർക്ക്ഷീറ്റുകളുടെ സാമ്പിൾ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? പിള്ളേർക്ക് പരീക്ഷ വളരെ ഈസി ആയിട്ട് ചെയ്യും, നമ്മുടെ ജോലിയും കുറഞ്ഞിരിക്കും. നോക്കാം, പഠിക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടേ? വർക്ക്ഷീറ്റ് എവിടെയുണ്ട്? ക്ലാസ് റൂമിലുണ്ട്. വർക്ക്ഷീറ്റ് എവിടെയുണ്ട്? നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. ഡേ 3 കിടപ്പുണ്ട്. ഡേ 3 ആ സ്റ്റാൻഡേർഡ് 2 വർക്ക്ഷീറ്റ് എന്ന് കാണുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു ക്ലിക്ക് കൊടുക്കുക, അപ്പൊ ഇങ്ങനെ കിട്ടും. ഇനി മുകളിൽ 3 ഡോട്ട് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. സെൻഡ് ഫയൽ, സെൻഡ് ഫയൽ കൊടുക്കുക. അപ്പോഴാണ് താഴെ സേവ് ടു, കണ്ടോ? സേവ് ടു എന്ന് പറയുന്ന ഈ ടൂളിന്റെ ഉപയോഗം. ഒരു ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പേപ്പർ വെച്ചേക്കും. ഇപ്പൊ നമ്മളടുത്ത് ചോദിക്കുക എവിടെ ഇതിനെ സേവ് ചെയ്യണമെന്ന് നമ്മളടുത്ത് ചോദിക്കും. എനിക്ക് ഡീഫോൾട്ട് ആയിട്ട് ഡൗൺലോഡ് കിട്ടി, അപ്പോൾ അതിനകത്ത് സേവ് ചെയ്യാം. വേണമെങ്കിൽ ഫയലിന്റെ പേരൊക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കുന്ന പേരെന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ സ്റ്റാൻഡേർഡ് 2 വർക്ക്ഷീറ്റ് WS എന്ന് പറഞ്ഞു കൊടുത്തു. സേവ്. ഒരിക്കൽ കൂടെ വേണമെങ്കിൽ ആവർത്തിക്കാം. നമ്മുടെ ക്ലാസ് റൂം കിടപ്പുണ്ട്. നമ്മൾ ഓൾറെഡി സേവ് ടു ഫയല്, സേവ് ടു എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ആ ആപ്പിന്റെ സഹായത്താൽ നമ്മുടെ ഈ ക്ലാസ് റൂമിൽ കാണുന്ന ഒരു വർക്ക്ഷീറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ടോ എടുക്കാം അല്ലേ? സ്ക്രീൻഷോട്ട് എടുത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ല, നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ 3 ഡോട്ട് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് സേവ് ടു എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്റെ ഗാലറിയില് ആ ചിത്രം വന്നിട്ടുണ്ട്. സർ, സെൻഡ് ഫയൽ എന്ന ഓപ്ഷൻ അതിൽ കാണുന്നില്ലല്ലോ. ഡീറ്റെയിൽസ്, പ്രിന്റ് അങ്ങനെ കാണുന്നുള്ളൂ. നോക്കാം. ഇങ്ങനെ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തപ്പോ ഇത് രണ്ടും വന്നു. ഓപ്പൺ വിത്ത്, സെൻഡ് ഫയൽ. ഓപ്പൺ വിത്ത് ഉണ്ട്, പിന്നെ ഡീറ്റെയിൽസ്, പ്രിന്റ്, ഓപ്പൺ ഇൻ ന്യൂ ടാബ്, അത്രേ ഉള്ളൂ. സെൻഡ് ഫയൽ ഇല്ല. നോക്കട്ടെ, ഓപ്പൺ വിത്ത് കൊടുത്തു നോക്കട്ടെ. ഓപ്പൺ വിത്ത് ഞാൻ മറ്റേ വേർഡ് എന്ന് പറഞ്ഞതിൽ കൊടുത്തു. ഷെയർ എന്ന് പറയുന്ന ബട്ടൺ ഇപ്പം വന്നില്ല. അത് ഓരോ ഫോണിലും ഓരോ സെറ്റിംഗ് ആണ്. ഷെയർ കിട്ടിയാലും മതി നമുക്ക്. ഇപ്പൊ ഇമെയിൽ ID ഞാൻ റിക്വസ്റ്റ് ആക്സസ്, doesn't have access to this file. Okay, തൽക്കാലം ടീച്ചറെ നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കോ? ഇപ്പൊ കിട്ടിയ പേജിന്റെ നമുക്ക് ഒരു പരിഹാരം കണ്ടെത്താമേ. തൽക്കാലം ഒരു സ്ക്രീൻഷോട്ട് എടുക്ക, നമുക്ക് അത് നോക്കിക്കൊണ്ടിരുന്ന സമയം പോകും. ഓക്കെ, നമ്മുടെ പറഞ്ഞു വന്ന എന്തായിരുന്നു? വർക്ക്ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടി. അതിന് വേണ്ടി എന്തൊക്കെ വേണം? ഈ ചിത്രം വേണം. ചിത്രം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല, സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി അടുത്തതായിട്ട് പ്രോംപ്റ്റ് വേണമല്ലോ, എടുക്കുക. പ്രോംപ്റ്റ് എന്താ തന്നേക്കുന്നത്? 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ടേ. ആദ്യത്തെ പ്രോംപ്റ്റ് ഇതാണ്, വളരെ കുഞ്ഞൻ പ്രോംപ്റ്റ് ആണ്. ഫൈൻഡ് ആൻസർ ഓഫ് ദി ഗിവൻ വർക്ക്ഷീറ്റ്. Please solve the attached worksheet and provide the answer key in a clean, easy to read table format. റീഡബിൾ ഫോർമാറ്റ് ആയിരിക്കും ഉദ്ദേശിച്ചത്. അതിനൊന്ന് കറക്റ്റ് ചെയ്തിടാം. അങ്ങനെ വല്ല ഫ്രൈസും ഉണ്ടോ? റീഡബിൾ ഫോർമാറ്റ്.
യെസ്, ഞാൻ ആ പ്രോംപ്റ്റ് ഒന്ന് തിരുത്തിയിട്ടുണ്ട്, കോപ്പി എടുത്തു. ആദ്യത്തെ പ്രോംപ്റ്റ് ആണേ. ഇത് നമുക്ക് നമ്മുടെ ചാറ്റ് ജിപിറ്റിയോ ജെമിനിയോ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ള അതെടുക്കാം. പ്രോംപ്റ്റ് ആദ്യം കൊണ്ടുവന്നു, ക്ലാസ് റൂമിൽ നിന്ന് പ്രോംപ്റ്റ് കൊണ്ടുവന്നു, ഇവിടെ പേസ്റ്റ് ചെയ്തു, പ്ലസ് ബട്ടൺ കൊടുത്തു, ഫോട്ടോസ് എടുത്തു. ഫോട്ടോസിൽ നമ്മുടെ ചിത്രം വന്നിട്ടുണ്ടാവും, വന്ന് കിടപ്പുണ്ട്, ഡൺ കൊടുക്കുക. അപ്പോ ഇത് വളരെ എളുപ്പം. എനിക്ക് തോന്നുന്നു ഒരുപാട് ടീച്ചേഴ്സ് ഈ പ്രോസസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തെ ഒരു മാതൃക ആയിട്ടുള്ള ഒരു ഉത്തരം വേണമല്ലോ ക്ലാസ് റൂമിൽ പോകുന്നതിന് മുന്നേ. അപ്പൊ നമുക്ക് AI വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഒരു വർക്ക്ഷീറ്റിന്റെ ആൻസർ കണ്ടെത്താം. ഇത് പുതിയ ടീച്ചേഴ്സിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻസർ കീ വന്നു. ഇപ്പൊ എന്തായിരുന്നു ഈ വർക്ക്ഷീറ്റ് നമുക്കൊന്ന് നോക്കണ്ടേ. ഇപ്പൊ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, ഒന്ന് കളറിൽ, ഒന്നില് മഷ്റൂം കളറ്, മറ്റേതില് കളർ ഇല്ലാത്തത്. ഒന്നില് ദ മഷ്റൂം ഈസ് റെഡ് ആൻഡ് യെല്ലോ ഇൻ കളർ എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ ഉത്തരം AI ഇവിടെ കണ്ടെത്തി തരണം, അല്ലെ? അങ്ങനെയല്ലേ? പിന്നെ ദ ഫ്രോഗ് ഈസ് അണ്ടർ ദ മഷ്റൂം, ഇതില് ഫ്രോഗ് അണ്ടർ ആണ്, ഇതില് ഓവർ ആണ്. അങ്ങനെയൊക്കെ കണ്ടെത്തി തരാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് എങ്ങനെ കണ്ടെത്തി തന്നു എന്ന് നോക്കാം. ആൻസർ കീ ദ മഷ്റൂം ഈസ് വൈറ്റ് ഇൻ കളർ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ആ കോളത്തിലുള്ള ഉത്തരം കിട്ടി. ഇനി രണ്ടാമത്തെ ദ ഫ്രോഗ് ഈസ് അണ്ടർ ദ മഷ്റൂം, ഇത് ഇതിനകത്തുള്ളതാണ് അല്ലെ? ദ ഫ്രോഗ് ഈസ് അണ്ടർ ദ മഷ്റൂം. അപ്പൊ ഇതിന്റെ ഉത്തരം ഇത് തയ്യാറാക്കി തരണം. നമ്മളിങ്ങനെ ഓരോന്നും തയ്യാറാക്കി തന്നത് ശരി തന്നെയാണെന്ന് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദ ഫ്രോഗ് ഈസ് ഓൺ ദ മഷ്റൂം, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ബാക്കി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടാകാം. നമ്മൾ ഇനി കൂടുതൽ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ആദ്യത്തെ ടാസ്ക് നമ്മൾ വിജയിച്ചു. ഇനി രണ്ടാമത്തെ ടാസ്ക് ആണ്. ഇത് എല്ലാവർക്കും, AI പഠിച്ചവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഇത് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന്. ഉത്തരം കണ്ടെത്തി തരൂ എന്ന് പറഞ്ഞ് ഈ ചിത്രം എടുത്തു കൊടുത്താ അല്ലേ എല്ലാവരും ചെയ്യും. എന്നാൽ നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ ട്രിക്കാണ്, നോക്കിക്കോളൂ, ക്രിയേറ്റ് സിമിലർ വർക്ക്ഷീറ്റ്. ഇത് ആരും ചെയ്യാൻ സാധ്യതയില്ല. ഇത് നമ്മുടെ സ്മാർട്ട് ടീച്ചേഴ്സ് മാത്രമേ ഈ പ്രോസസ്സിലേക്ക് കടക്കൂ. നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്ത് കാണിക്കുക. നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരുപാട് വർക്ക്ഷീറ്റുകൾ വേണം. എന്തിനാണ് ഇങ്ങനത്തെ വർക്ക്ഷീറ്റ്? കുട്ടികൾ ചെയ്ത് പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പരിശീലിക്കുന്ന കുട്ടിക്ക് പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഡൺ. ഐ ക്രിയേറ്റഡ് ബ്രാൻഡ് ന്യൂ പിക്ചർ ഡിഫറൻസ് വർക്ക്ഷീറ്റ്. അത് ക്രിയേറ്റ് ചെയ്ത് നല്ല ബ്രാൻഡ് ന്യൂ ഒക്കെ തയ്യാറാക്കി തന്നിട്ടുണ്ട്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം, ഓപ്പൺ ആക്കി നോക്കാം. ആ ബ്രാൻഡ് ന്യൂ പിക്ചർ ഒന്ന് നോക്കട്ടെ. ഒരു PDF തന്നു, ഒരു ചിത്രവും തന്നിട്ടുണ്ട്. ഇതൊക്കെ പുതിയ സംവിധാനങ്ങളാണ് കേട്ടോ. ഞാൻ ആദ്യമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. PDF-ഉം PNG ഒക്കെ സെപ്പറേറ്റ് ആക്കി തരുന്നു. ഓരോ ദിവസവും AI സോഫ്റ്റ്വെയറുകളിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷെ ഇതിനകത്ത് തന്നെ തന്നാൽ മതിയായിരുന്നു. എനിക്ക് എക്സ്റ്റേണൽ ഫയൽ വേണ്ട എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ കാണാമല്ലോ. ഇത് ഡൗൺലോഡ് ചെയ്തൊക്കെ വരുന്ന ഒത്തിരി സമയം പിടിക്കും. അപ്പൊ ഇവിടെ തന്നെ കാണാം. ഇതേ മെത്തേഡ് തന്നെ നമ്മൾ ഈ ബാക്കിയുള്ള രണ്ട് കാര്യത്തിനും ചെയ്യുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന, വലിയ ടെൻഷൻ എടുത്ത് നോക്കണ്ട, വളരെ ഫ്രീ ആയിട്ടിരുന്ന് നോക്കാം. ഒരു ടീച്ചറിന് കിട്ടിയിട്ടുണ്ടല്ലോ. യെസ്, നമ്മളൊരു ടീച്ചർ, ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ടീച്ചറിന് കിട്ടി. വെരി ഗുഡ്. ടീച്ചറിന് മൊയിലും മാമയാണ് കിട്ടിയത്. ഇതുപോലത്തെ വർക്കുകൾ കുട്ടികൾ ചെയ്ത് പരിശീലിക്കട്ടെ. ഓ, എനിക്ക് മറ്റൊരു ഒരെണ്ണം കിട്ടി, കണ്ടല്ലോ.
ഇതിൽ തന്നിട്ടുള്ളതിൽ ഈ ദ ബലൂൺ ഈസ് യെല്ലോ ഇൻ പിക്ചർ എന്ന് പറയുന്നു ഇതില്. അപ്പൊ ആ കുട്ടി കൃത്യമായിട്ട് ഇത് നോക്കിയിട്ട് റെഡ് എന്ന് എഴുതാൻ പറ്റുമായിരിക്കുമല്ലോ, 2ാം ക്ലാസ്സിലെ കുട്ടിയല്ലേ. അപ്പൊ ആ രീതിയിൽ നമുക്ക് വർക്ക്ഷീറ്റുകൾ കൂടുതൽ കൊടുത്ത് എടുക്കാൻ പറ്റും. ഇത് കണ്ടു, ഇന്ന് കണ്ട് ഇന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒത്തിരി ഇതുപോലത്തെ പരീക്ഷണം നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് എടുത്ത് വെച്ച് ഇതുപോലത്തെ ഒരുപാട് പരീക്ഷണം സ്വന്തമായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടുള്ളൂ. ഒരുപാട് പേര് ചെയ്യുന്ന ക്ലാസ് കണ്ട് ഇത് കൊള്ളാം, നല്ല രസമുണ്ട്, നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ചെയ്യാൻ പറ്റില്ല. പ്രാക്ടീസാണ് നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ എല്ലാവരും. ഓക്കെ, അപ്പൊ ഇനി 2ാമത്തെ ടാസ്കിലേക്ക് കിടക്കാം. നോട്ട് മേക്കിംഗ് ആണ്. ഒരു കുട്ടികൾക്ക് തയ്യാറാക്കുന്ന നോട്ട് നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത ടാസ്ക് ആയിട്ട് നോക്കുന്നത്. സെയിം പ്രൊസീജിയർ തന്നെ നമ്മളൊരു നോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിനോട് പറയും ഇത് ഞാൻ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് വിശ്വസിക്കുന്ന ഡേ 1ലാണ് നമ്മൾ എടുത്ത സബ്ജക്റ്റ് ഫോട്ടോസിന്തസിസ് ആയിരുന്നേ. അതേ പരിപാടി തന്നെ, ഒരു മാറ്റവും ഇല്ല. കുറച്ച് പ്രോംപ്റ്റിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ എടുത്ത പാഠവുമായിട്ട് ബന്ധപ്പെട്ട പ്രോംപ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. അത് ഏതാണ്? ഇത് ആദ്യത്തെ ചിത്രം. ഇത് ഈ ലേബർ ഇന്ത്യ ആണെന്ന് തോന്നുന്നു ഞാൻ എടുത്തത്. ലേബർ ഇന്ത്യയില് ഈ ഒരു ചിത്രം വരുന്ന ഭാഗം എടുത്തിട്ട് ഇന്ന് ആണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകും. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തു, സെൻഡ് ഫയൽ കൊടുത്തു, സേവ് ടു കൊടുത്തു, സേവ് എടുത്തു. ഇനി മറ്റേ നേരത്തെ ടീച്ചർ ബുദ്ധിമുട്ട് പറഞ്ഞു, ടീച്ചറിന് കിട്ടുന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. ഓരോ ഫോണിൽ ഓരോ രീതി ആയതുകൊണ്ടാണ് പ്രശ്നം. ഓക്കെ സർ. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് കാര്യങ്ങൾ നടന്നാൽ മതിയല്ലോ. അപ്പോ പ്രോംപ്റ്റുമായി ചിത്രമായി. പുതിയ ചാറ്റ് എടുക്കുക. അതിനകത്ത് ഇങ്ങനത്തെ ഓരോ ടാസ്ക് മാറുമ്പോൾ നമ്മൾ പുതിയ ചാറ്റ് എടുക്കണേ. പുതിയ ചാറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ ഈ മുകളിൽ 2 ലൈൻ കണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാറ്റ് എന്ന് പറഞ്ഞ താഴത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, അങ്ങനെ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ പേസ്റ്റ് ചെയ്യാം. ഐ നീഡ് എക്സ്ട്രാക്ട് സോൾട്ട് സത്യാഗ്രഹ നോട്ട് സെപ്പറേറ്റ്ലി എന്ന് പറഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ചിത്രം വേണമല്ലോ. ചിത്രം എവിടെ? ഇതാവും. ചിത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്ന് തോന്നുന്നു. ഈ ഞാൻ ചിത്രവും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാം. സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. സോൾട്ട് സത്യാഗ്രഹ അതിന്റെ താഴെ തന്നിട്ടുണ്ട് 1930. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ദണ്ഡി മാർച്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് എന്താണ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടേക്കുന്നത്? സോൾട്ട് സത്യാഗ്രഹയുടെ നോട്ട് മാത്രം എക്സ്ട്രാക്ട് ചെയ്യാൻ പറയണേ. അപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും നോട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സോൾട്ട് സത്യാഗ്രഹ മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണ്ട പുതിയ സബ്ജക്റ്റ് അവിടെ കൊടുത്താൽ മതി. എനിവേ എനിക്ക് ടെക്സ്റ്റ് രൂപത്തിൽ കിട്ടണം. അതൊന്ന് വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാനാണ്. കിട്ടി. ഇപ്പോ ഞാൻ കൊടുത്ത ഇമേജിൽ നിന്ന് അത്രയും മാത്രം സോൾട്ട് സത്യാഗ്രഹം മാത്രം സെപ്പറേറ്റ് ചെയ്ത് തന്നു അല്ലേ. ഇത് ഒരു പ്രൈവറ്റ് ഗൈഡ് തയ്യാറാക്കിയ നോട്ടാണ്. നമ്മൾ ഇത് അങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്തി കൂടുതൽ മെച്ചപ്പെടുത്തി, അതാണ് അതിന്റെ പോയിന്റ്, കൂടുതൽ മെച്ചപ്പെടുത്തി കുട്ടികൾക്ക് വേണമെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ടോണിലുള്ള നോട്ട് തയ്യാറാക്കി കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് 8ാം ക്ലാസ്സിലെ കുട്ടിക്കാണെങ്കിൽ ആ സ്റ്റാൻഡേർഡ് കയറ്റി 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് തയ്യാറാക്കി തരാനായിട്ട് അങ്ങനെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് മാറ്റി മാറ്റി ചെയ്യാം. അപ്പൊ ഞാൻ തയ്യാറാക്കിയ പ്രോംപ്റ്റ് എടുത്തോട്ടെ. ക്ലാസ് റൂമിൽ വരുന്നു. അനദർ വെർഷൻ നോക്ക്.
അനദർ വേർഷൻ എന്ന് പറഞ്ഞ് പുതിയൊരു പരിപാടി അതിനകത്ത് ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടേ. നിങ്ങൾ ആക്ട് ആസ് എ കരിക്കുലം എക്സ്പേർട്ട് വിത്ത് 20 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ സോഷ്യൽ സയൻസ് എഡ്യൂക്കേഷൻ. ഇത് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് ഈ പ്രോംപ്റ്റ് എല്ലായിടത്തും അപ്റ്റ് ആവത്തില്ല. എവിടെയൊക്കെ ആവും? ഇത് എസ്എസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണല്ലോ. അപ്പോൾ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കരിക്കുലം എക്സ്പേർട്ട് ആയിട്ട് ആക്ട് ചെയ്യാൻ പറയാണ്? ChatGPT എടുത്ത് ആക്ട് ചെയ്യാൻ പറയാണ്. അപ്പൊ ChatGPT ഒരല്പം ഒന്ന് പൊങ്ങും. ഞാൻ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ടാണ്. പിന്നെ തയ്യാറാക്കുമ്പോൾ ആ ലെവലിൽ നിന്നായിരിക്കും തിങ്ക് ചെയ്ത് തയ്യാറാക്കി തരുന്നത്. റീറൈറ്റ് ആൻഡ് എൻഹാൻസ് ദ ഗിവൺ നോട്ട് ടു മേക്ക് ഇറ്റ് മോർ ആക്യുറേറ്റ്, കോൺസെപ്റ്റ് ബേസ്ഡ് ആൻഡ് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി വൈൽ പ്രിസർവിംഗ് ഓൾ ഫാക്ച്വൽ ഇൻഫർമേഷൻ. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇങ്ങനത്തെ ഞാനൊരു മോഡലാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ കോപ്പി പേസ്റ്റ് എന്ന് പറയുന്ന രീതി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത് എല്ലായിടത്തും ഉപയോഗിക്കാനും പറ്റില്ല. ഇത് SS എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി EVS എടുക്കുന്ന ടീച്ചറിന് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാറ്റമൊക്കെ വരുത്തും. അവിടെ EVS എന്ന് പറഞ്ഞ് മാറ്റി കൊടുക്കണം. പിന്നെ മാത്സ് ടീച്ചറിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാറ്റി കൊടുക്കണം. പ്രോംപ്റ്റിന്റെ ഒരു സൈക്കോളജി, അതിന്റെ ഒരു രീതി മനസ്സിലാക്കി പോയാൽ നമുക്ക് സ്വന്തം ആവശ്യത്തിനനുസരിച്ച് തിരുത്താം. അപ്പൊ ഞാൻ ഇതിന്റെ കോപ്പി എടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ അതിന്റെ നോട്ട് സെപ്പറേറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ കിട്ടി, ChatGPT തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ. എനിക്ക് എന്തിൻ്റെയാണ് ഇയാളെ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ടായിട്ട് ആക്ട് ചെയ്ത് തയ്യാറാക്കേണ്ടത്? ഈ നോട്ട്, സത്യാഗ്രഹയുടെ ഈ നോട്ട്. ഇത് ടെക്സ്റ്റ് ബുക്കും നമുക്ക് എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണ്? അപ്പൊ ആ ടേം തന്നെ നിൽക്കും, അതിലുള്ള ആ സിലബസിൽ തന്നെ നിൽക്കും. ഹാൻഡ് ബുക്ക് ചിത്രം എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഉള്ള ഗുണം എന്താണ്? ഹാൻഡ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ പല പരീക്ഷണങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. ഈ വന്ന റിസൾട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇതായിരുന്നു ഞാൻ കൊടുത്തത്. The Salt Satyagraha was an important movement led by Mahatma Gandhi. ഞാൻ കൊടുത്തതിനെ കുറച്ചും കൂടെ എക്സ്പേർട്ട് ആയിട്ട്, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് തന്നു. ഇനി ഇതിനെ മലയാളത്തിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. എന്നാലും ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. മലയാളം വെർഷൻ. മലയാളം വെർഷൻ. പിന്നെ നമുക്ക് ചില സമയത്ത് ഈ യാന്ത്രികമായ ഭാഷയായി പോകാൻ സാധ്യതയുണ്ടേ. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്കൊരു ഹ്യൂമനൈസ് എന്ന് പറഞ്ഞൊരു ഇത് കൊടുക്കാം. ഹ്യൂമനൈസ് ഒരു ടാഗ് ആണ്. ഹ്യൂമനൈസ് അതിന് കൊടുക്കാനായിട്ട് ഞാൻ എന്ത് കൊടുത്തു? ഇതൊക്കെ ഒന്ന് നോട്ടിലൊന്ന് കുറിച്ച് വെച്ചാൽ നല്ലതാണ്. ഈ സ്ലാഷ് കൊടുത്തിട്ട് ഹ്യൂമനൈസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഹ്യൂമനൈസ് എന്ന് കൊടുത്താൽ ആ മലയാളം വെർഷനും ആക്കി തരും. കുറച്ച് ആ വരികളിൽ ഒരു യാന്ത്രികത മാറിക്കിട്ടാം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്നായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിലെ ഓക്കെ. അപ്പൊ ഇംഗ്ലീഷും കിട്ടി, മലയാളവും കിട്ടി. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോപ്പി ചെയ്ത് വാട്സപ്പിൽ നേരിട്ട് കൊടുക്കാം, ഒരു മെത്തേഡ്. ഇനി കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്യാൻവ പഠിച്ചു, ഡേ 2ന്റെ ഭാഗമായിട്ട്. അതിൽ കൊണ്ടുവരാം രണ്ടാമത്തെ വഴി. ഇനി വേർഡ് ഫയലുണ്ട്, വേർഡ് ഫയലിൽ കൊണ്ടുവരാം ഇല്ലേ? കോപ്പി എടുക്കാൻ വേണ്ടി ഇതിന്റെ താഴോട്ട് വരുമ്പോൾ ഒരു ലൈക്കും ഒരു പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. അപ്പൊ കോപ്പി എടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഇട്ട് ഞെക്കി പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അല്ലേ, ഞാനടക്കം. അത്രയും കഷ്ടപ്പെടണമെന്നില്ല. താഴെ ഒരു 2 പേപ്പർ അടുക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതിൽ ക്ലിക്ക് ചെയ്യാം. അറ്റത്തൊരു ഷെയർ ബട്ടൺ ഉണ്ട്. ഷെയർ ബട്ടണിൽ നമുക്കിത് ഷെയർ ചെയ്ത് വാട്സാപ്പിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ കോപ്പി എടുക്കുകയാണേ. കോപ്പി എടുത്തിട്ട്
എടുത്തിട്ട് എന്താ ചെയ്യാൻ പോണേ? നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാം? ഈ ഗൂഗിളുകാർ നമുക്കൊരു ഫ്രീ ആയിട്ട് സാധനം തരുന്നുണ്ടേ. ഗൂഗിൾ വർക്ക്, ഇതാണ് സാധനം, ഗൂഗിൾ ഡോക്സ്. ഈ ഏറ്റവും താഴെയായിട്ട് ഗൂഗിൾ ഡോക്സ്. അതെങ്ങനെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാ? ഗൂഗിൾ ഡോക്ക് എന്ന് അടിച്ചു കൊടുത്താൽ ഈ രണ്ടാമത് കാണുന്നതാണ് ഡോക്സ്, ഗൂഗിൾ ഡോക്സ്. ഇത് ജിമെയിലുള്ള എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അതിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനെ ഓപ്പൺ ആക്കി നമുക്ക് ഈ ഗൂഗിൾ ഡോക്സിനകത്ത്, ഇപ്പോൾ ഈ ഓപ്പൺ ആയി വന്നത് എൻ്റെ ഗൂഗിൾ ഡോക്സ് ആണ്. അതിനകത്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ന്യൂ ഡോക്യുമെന്റ് ടെംപ്ലേറ്റ് കാണിക്കും. ന്യൂ ഡോക്യുമെന്റ് കൊടുക്കുക, കോപ്പി പേസ്റ്റ്, ഇത്രേ ഉള്ളൂ. കൂടുതൽ ഗഹനമായി ഒന്നും പറയുന്നില്ല. ഉപ്പ് സത്യാഗ്രഹം. നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാം. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈന് ആവശ്യമുള്ളതിനെയൊക്കെ സെലക്ട് ചെയ്ത് ചെയ്യാം. വേണ്ടാത്ത വരികളെയൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇത്രയും ലെങ്തി വേണ്ടെങ്കിൽ ഇതിനകത്തിട്ട് എഡിറ്റ് ചെയ്യാം. നിറങ്ങൾ കൊടുക്കാം. ഇതൊക്കെ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അൺടൈറ്റിൽഡ് എന്നാണ് ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ? അതിലൊന്ന് വെറുതെ ഒന്ന് ഞെക്കി കൊടുക്കൂ. അപ്പൊ നമ്മളടുത്ത് ഇപ്പൊ ഒരു പേര്, ഫസ്റ്റ് ലൈൻ എടുത്ത് കാണിച്ച് ഉപ്പ് സത്യാഗ്രഹം, ഫസ്റ്റ് ലൈൻ തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, ഇപ്പൊ ഉപ്പ് സത്യാഗ്രഹം എന്ന പേര് അതിന് കിട്ടി. ഇത് നമ്മളെ എവിടെ കിടക്കും? എപ്പോഴും ഈ ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്ന സാധനം എപ്പോഴും നമ്മളെ ഗൂഗിൾ ഡ്രൈവിനകത്തൊക്കെ വരുന്നതാണേ. നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പം ഗൂഗിൾ ഡോക്ക് തപ്പിയെടുക്കുക, സെർച്ച് ചെയ്തിട്ട് ഡോക്സ് സെർച്ച് ചെയ്യാം. ഡോക്സ്, അപ്പോൾ ഈ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കാണിക്കും. ഇതിനകത്ത് ഞാൻ ചെയ്ത ഫയലുകളൊക്കെ കാണിക്കും. അതിനകത്തുനിന്ന് ഉപ്പ് സത്യാഗ്രഹം ആദ്യം കിടക്കും. ഇങ്ങനെ ഓപ്പൺ ആക്കാം. എപ്പോഴും നമ്മുടെ കൈ വെട്ടത്തുണ്ടാവും, എപ്പോഴും എടുക്കാൻ സൗകര്യത്തിന് നമുക്ക് ഉണ്ടാവും. ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാൻ തോന്നുന്നു. ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ നോട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് ചെയ്തത്. അതായത് ഒരു നമ്മുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആ ടെക്സ്റ്റിന്റെ ഒരു ചിത്രം എടുത്ത് ആദ്യം ടെക്സ്റ്റിന്റെ ചിത്രം എടുത്തിട്ട്, ഇതാണ് ചിത്രം, എടുത്ത ചിത്രം. എന്നിട്ട് ഇതിൽ നിന്ന് ഇന്ന സബ്ജക്റ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ആക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. ആരെടുത്ത് പറഞ്ഞു? ഒരു ChatGPT ഏതോ ഒരു ടൂൾ, എല്ലാരും ചെയ്തു തരും. ഓക്കെ, അപ്പൊ അതിനെ ഇങ്ങനെ ടെക്സ്റ്റ് ആയിട്ട് എനിക്ക് തയ്യാറാക്കി തന്നു. ഐ നീഡ് എക്സ്ട്രാക്ട് സോൾട്ട് സത്യാഗ്രഹ നോട്ട് സെപ്പറേറ്റ്ലി എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വരികൾ തന്നെ നമ്മൾ ഉപയോഗിക്കണമെന്നില്ല, പ്രോംപ്റ്റ് നമ്മുടെ സൗകര്യത്തിന് കൊടുക്കാം. അതേ മീനിങ് വരുന്ന, എനിക്ക് എൻ്റെ ടെക്സ്റ്റ് ആണ് കിട്ടേണ്ടത്. ടെക്സ്റ്റ് ഞാൻ എന്തിനാണ് ആവശ്യപ്പെട്ടെ? എനിക്കത് വായിച്ച് നോക്കാനാണ്. നമ്മുടെ ടെക്സ്റ്റിൽ കണ്ട അതേ സെന്റൻസ് നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഈ വായിച്ച് നോക്കുന്നതിനോടൊപ്പം തന്നെ AI-ക്കും കിട്ടും. അപ്പൊ AI തയ്യാറാക്കാൻ AI-ക്ക് എളുപ്പമായിരിക്കും. രണ്ടാമതായിട്ട് ഞാൻ ആ നോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതിൽ ആക്ട് ആസ് കരിക്കുലം എക്സ്പേർട്ട് വിത്ത് 20 years ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആള് എനിക്ക് തയ്യാറാക്കി തന്നതാണ് ഈ കാണുന്നത്. ഓക്കെ അല്ലേ? ഇംഗ്ലീഷിൽ തയ്യാറാക്കി തന്നു. ഞാൻ വായിച്ചു നോക്കി. നമ്മുടെ ഈ നോട്ടിനേക്കാൾ ബെറ്റർ ആണ്, അതിനേക്കാൾ മറ്റൊരു വെർഷൻ ആണ്. ഓക്കെ, ഇനി എനിക്കത് മാത്രമല്ല, മലയാളം വെർഷൻ ഹ്യൂമനൈസ് ചെയ്തും കൂടെ തരണമെന്ന് പറഞ്ഞു. ഹ്യൂമനൈസ് നമുക്ക് എല്ലാ ഇടത്തും പ്രയോജനപ്പെടുത്താം. അതൊരു ടാഗ് നമ്മൾ പഠിച്ചതാണ്.
ഇനി പോകും തോറും കൂടുതൽ കൂടുതൽ ടാക്സ് നിങ്ങൾക്ക് തരും. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് തരണ്ടെന്ന് വിചാരിച്ചാണ് കുറച്ചായിട്ട് പറയുന്നത്. അപ്പൊ ഈ ടാഗ് ഉപയോഗിച്ച് അത് മലയാളത്തിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട് യാന്ത്രികത ഒഴിവാക്കിയിട്ട് നമുക്ക് തയ്യാറാക്കി തന്നതാണ് ഈ നോട്ട്. ഇനി ഞാൻ ഒരു പരിപാടി ചെയ്തു. താഴെ ഒരു കോപ്പി ബട്ടൺ ഉണ്ട്. ആ കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്ത്, കണ്ടെന്ന് വിശ്വസിക്കുന്നത്, രണ്ട് പേപ്പർ അടുക്കി വെച്ചിരിക്കുന്ന പോലെ, ഒരു പേപ്പറിന്റെ മുകളിൽ മറ്റൊരു പേപ്പർ, രണ്ട് ബോക്സുകൾ അല്ലെ, അതിനെ കോപ്പി എടുത്തു. പിന്നെ നമ്മൾ ഗൂഗിൾ ഡോക്സ് എന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ഹാൻഡി ആയിട്ടുള്ള ഏത് ടൂൾ ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഞാൻ ഫോണിൽ തന്നെ ചെയ്ത് കാണിക്കാൻ സൗകര്യത്തിനാണ് ഗൂഗിൾ ഡോക്സ് എടുത്തത് പ്ലേ സ്റ്റോറിൽ ഡോക്സ് എന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഗൂഗിൾ നമ്മുടെ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് തരുന്ന, ഫ്രീ ആയിട്ട് തരുന്ന ജിമെയില്, ഈ പഠിക്കുന്ന ജെമിനി, പിന്നെ വീഡിയോ തയ്യാറാക്കാൻ കഴിഞ്ഞ ദിവസം മഹാബലിയുടെ ഒക്കെ വീഡിയോ ചെയ്തില്ലേ, അതൊക്കെ നമ്മൾ ചെയ്യാൻ നമുക്ക് ഫ്രീ ആയിട്ട് സൗകര്യം തന്ന ഗൂഗിളാണ്. അപ്പൊ ഗൂഗിളിന്റെ തന്നെ ഫ്രീ ആണ് ഡോക്സ്. ഓപ്പൺ കൊടുക്കുക, ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. താഴെ പ്ലസ് ബട്ടൺ ഉണ്ട്, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ എടുത്താൽ മതി. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് കിട്ടും, അതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്തു നല്ല പക്കയാക്കി നോട്ടാക്കിയൊക്കെ വെക്കുക. എന്നിട്ട് അതിന്റെ നിറം മാറ്റാൻ പറ്റും, നിറം മാറ്റാനുള്ളത് ചെയ്യുക. ആവശ്യമുള്ള മാറ്റങ്ങളും സ്കൂളിന്റെ പേര്, നിങ്ങളുടെ പേരൊക്കെ വയ്ക്കാം. ഓക്കെ. എന്നിട്ട് ഇതിനെ സേവ് ചെയ്യാനായിട്ട് ഇതിൽ മുകളിൽ ഒരു ടിക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആയിക്കോളും. അൺടൈറ്റിൽഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയലിന്റെ പേര് ആദ്യത്തെ ലൈനാണ്. ഇത് വേണ്ട, മറ്റെന്തെങ്കിലും പേര് വേണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും പേര് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ആ പേരുകളൊക്കെ നമ്മൾ കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ സേവ് ആവും. അപ്പൊ ഇവിടെ എപ്പോഴും നമ്മുടെ ഇത് എവിടെയാണ് സ്റ്റോർ ആവുന്നത്? ഫോണിലുണ്ടാവും. ഈ ഗൂഗിൾ ഡോക്സ് എടുത്താൽ മതി. ശരിക്കും ഇതിന്റെ ഗൂഗിൾ ഡ്രൈവിനകത്തൊക്കെയാണ് ഇത് വരുന്നത്. ഓക്കെ. അപ്പൊ അതിനെ കൂടുതൽ ടെക്നിക്കലായിട്ട് പോകില്ല. ഇനി 3 ഡോട്ട് മുകളിൽ കാണും, അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് വരുമ്പോൾ ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. PDF ആക്കാൻ ഷെയർ ആൻഡ് എക്സ്പോർട്ട് കൊടുക്കുക. ഒരു കൂടെ പറയട്ടെ, 3 ഡോട്ട് എടുക്കുക. 3 ഡോട്ട് എടുക്കുക. ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക. എന്താണ് ഞാൻ ചെയ്യാൻ പോണേ? ഇതിനെ എനിക്ക് ഷെയർ ചെയ്യുകയോ എക്സ്പോർട്ട് ചെയ്യുകയോ ഒക്കെ വേണമല്ലോ, അതായിരിക്കുമല്ലോ നമ്മുടെ ആവശ്യം. അപ്പോൾ സെൻഡ് എ കോപ്പി എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കോപ്പി എനിക്ക് വേണമെങ്കിൽ വാട്സാപ്പിലോട്ട് സെൻഡ് ചെയ്യാം. അതിൽ ഷെയർ ഉണ്ട്, സെൻഡ് ഉണ്ട്, കോപ്പി ഉണ്ട്, എല്ലാം നോക്കി ഉപയോഗിക്കാന്നുള്ളൂ. സെൻഡ് എ കോപ്പി എടുക്കുകയാണേ. വേർഡ് ഫോർമാറ്റിൽ അല്ലെങ്കിൽ PDF ഏതാണോ വേണ്ടത് അത് കൊടുക്കും. വേർഡ്, PDF, ഓപ്പൺ ഡോക്യുമെന്റ് ഫോർമാറ്റ്, ഇത് മൂന്നുമാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. വേർഡ് എന്ന് പറഞ്ഞാൽ അറിയാം, മൈക്രോസോഫ്റ്റ് വേർഡ്. PDF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓപ്പൺ ഡോക്യുമെന്റ് എന്താണെന്ന് നമുക്കറിയാം. ഞാൻ PDF കൊടുത്ത് ഓക്കെ കൊടുത്തു. അപ്പൊ എന്നോട് ചോദിക്കും എവിടെയാണ് ഇത് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. സേവ് ടു ഉണ്ട്. ഇവിടെയുണ്ട് കേട്ടോ. സേവ് ടു ഉണ്ട്. വാട്സാപ്പ് ഉണ്ട്. നമുക്ക് വാട്സാപ്പിലൊന്ന് നമ്മുടെ ക്ലാസ്സിന് വരാത്ത ടീച്ചേഴ്സൊക്കെ ഒന്ന് കണ്ടിരിക്കട്ടെ. ഉപ്പ് സത്യാഗ്രഹം നമ്മളിന്ന് നടത്തിയ കാര്യം. B13 ആണല്ലോ ഗ്രൂപ്പ്. നമ്മളെ ടീച്ചർ എന്തോ ചെയ്ത് വിട്ടിട്ടുണ്ട്, എന്താണ് നോക്കട്ടെ. വർക്ക്ഷീറ്റാണ്. ഓക്കെ. വെരി ഗുഡ്. വർക്ക്ഷീറ്റ് 2 വർക്ക്ഷീറ്റ് വന്നു. വെരി ഗുഡ്. അപ്പൊ ഇനി നോട്ടും ഒക്കെ വരട്ടെ. അപ്പൊ 2 ടാസ്ക് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി. രണ്ടിനും ഒരേ പ്രൊസീജിയറാണ് ഞാൻ ഫോളോ ചെയ്തത്. പ്രോംപ്റ്റ് മാത്രമേ വ്യത്യാസം ഉള്ളൂ അല്ലേ? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു മാതൃക AIക്ക് കൊടുത്തിട്ട് അതുപോലെ മറ്റൊരെണ്ണം തയ്യാറാക്കി തരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, നമുക്ക് 3-ാമത്തെ ടാസ്കിലേക്ക് കിടക്കാം.
ഒരേ പരിപാടി ആയതുകൊണ്ട് നിങ്ങൾക്ക് സംശയം വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചോളൂ, നമുക്ക് എല്ലാം തീർത്തിട്ട് ഇന്ന് പിരിയൂ. എവിടെ എൻ്റെ ക്ലാസ് റൂം? ക്ലാസ് റൂം, വേർ ആർ യു? പോയി. ക്ലാസ് റൂമിന് ഒരു ആപ്പ് ഉണ്ട് കേട്ടോ, ഞാൻ അതെടുത്താണ് ഞാൻ സാധാരണ ഉപയോഗിക്കുക. ക്ലാസ് റൂമിന്റെ ആപ്പ് ഈ ക്ലാസ് റൂം എന്ന് പറഞ്ഞ് റൈറ്റിൽ താഴെയായിട്ട് കാണിക്കും ക്ലാസ് റൂം. നിങ്ങൾക്കും ക്ലാസ് റൂമിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ആ വാട്സപ്പിൽ പോയി കുത്തണ്ട. നമ്മുടെ B13 ഏറ്റവും ടോപ്പിൽ നിൽപ്പുണ്ട്. B13 Day 3. ഇനി നമുക്ക് മൂന്നാമത്തേതായിട്ടുള്ള പരിപാടിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുക. എന്റെ പൊന്നി, വാട്സപ്പ് തുറക്കുക എന്ന് വൃത്തിയിൽ തുറക്കണത് ടീച്ചർമാരുടെ ഏറ്റവും വലിയ തലവൻ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? യൂണിറ്റ് 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? 2ന്റെ ഉണ്ടോ? 3ന്റെ ഉണ്ടോ? 4ന്റെ ഉണ്ടോ? ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇനി ചോദിക്കില്ല, ഉറപ്പാണ്. അത്രയ്ക്ക് എളുപ്പമാണ്. നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്നില്ലേ, ആ സമയം മതി നമുക്ക് എന്ത് ചെയ്യാൻ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാം. എന്തൊക്കെയാണ് അപ്പൊ ടീച്ചേഴ്സ് വേണ്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ? ഒരു PDF ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. PDF കാണിച്ചു തരാം. യൂണിറ്റ് 1 സ്റ്റാൻഡേർഡ് 4, 4ാം ക്ലാസ്സിന്റെ യൂണിറ്റ് 1 ആണ് ബിയോണ്ട് ഫിയർ. അപ്പൊ അത് ഇനി കുറെ ദിവസം ഓടും ഈ ബിയോണ്ട് ഫിയർ. ഇനിയിപ്പോ അടുത്ത് നമ്മളെ ക്ലാസ്സുകളിലൊക്കെ ബിയോണ്ട് ഫിയർ ആണ് ഉപയോഗിക്കുന്നത്. ഈ യൂണിറ്റ് ആണ് നമ്മൾ എടുത്തത് അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാനാണ്. ഇനി ഇതിനു വേണ്ടി നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ വേണ്ടേ? നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ചെറിയൊരു, ആ പാഠത്തില് ഡിൽന എന്ന് പറയുന്ന കുട്ടിയുടെയാണ്. മെത്തേഡിൽ ഈ മോഡലില് നമുക്ക് ഒന്നോ അതിൽ കൂടുതലോ യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്ന എക്സാം കുട്ടികൾക്ക് കൊടുക്കാവുന്ന യൂണിറ്റ് ടെസ്റ്റിന്റെ മാതൃകാ ചോദ്യങ്ങൾ എങ്ങനെ തയ്യാറാക്കാം അല്ലേ? പ്രോംപ്റ്റ് ഇതായി കിടപ്പുണ്ട്. നമുക്ക് 2 സാധനം വേണം ഞാൻ പറഞ്ഞു. ഒന്ന് ഈ മാതൃക ചോദ്യം വേണം, രണ്ടാമത് PDF വേണം. അപ്പൊ മാതൃകാ ചോദ്യം 3 ഡോട്ട് ക്ലിക്ക് ചെയ്തു, സെൻഡ് ഫയൽ കൊടുത്തു. അപ്പോൾ ഇതിൽ വന്നു. ഇനി സേവ് ഇറ്റ് ടു തന്നെ വേണമെന്നില്ല, വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്തൊക്കെ ഉപയോഗിക്കാം. സേവ് ടു ഞാൻ കൊടുക്കുകയാണ്. സേവ് ടു കൊടുക്കുകയാണ്. സേവ് ടു കൊടുത്തു. അപ്പൊ ഇത് കിട്ടി, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ഇനി PDF കിട്ടണം. PDF 3 ഡോട്ട് ക്ലിക്ക് ചെയ്തു, സെൻഡ് ഫയൽ കൊടുത്തു, സേവ് ടു കൊടുത്തു, സേവ് കൊടുത്തു. 2 സാധനം വേണമെന്ന് പറഞ്ഞ് 2 ഡൗൺലോഡ് ചെയ്തു. ഇനി ആ പ്രോംപ്റ്റും കൂടെ ഇങ്ങ് എടുത്താൽ എന്തൊക്കെയാ പറയുന്നത്? ഐ ഹാവ് അറ്റാച്ച്ഡ് ടു PDF ഫയൽസ് എ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ആസ് എ റെഫറൻസ് ഫോർ ദി എക്സാം പാറ്റേൺ, ക്വസ്റ്റ്യൻ ടൈപ്പ്, ഡിഫിക്കൽട്ടി ലെവൽ ആൻഡ് മാർക്കിംഗ് സ്കീം. ദ കറസ്പോണ്ടിങ് ടെക്സ്റ്റ് ബുക്ക് യൂണിറ്റ് ഫ്രം വിച്ച് ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി പ്രിപ്പയർഡ്. എന്തായിരുന്നു പറഞ്ഞേക്കുന്നത്? ഞാൻ നിനക്ക് GPT നിനക്ക് ഞാൻ ഒരു PDF തരുന്നുണ്ട്, അതിനോടൊപ്പം ഒരു ചിത്രവും തന്നിട്ടുണ്ട്. ഇതിൽ 2 PDF എന്നാ പറയുന്നത്. അത് ടെക്നിക്കലി കറക്റ്റ് അല്ല. ഒരു ചിത്രവും ഒരു PDF ആണ്. അത് കറക്റ്റ് ചെയ്യാം. അതിനൊന്ന് കറക്റ്റ് ചെയ്ത് പോട്ടെ. One PDF and one image. റെഫറൻസ് ഇമേജ് ഫയൽ. ഓക്കെ, ഈ രീതിയിലൊന്ന് മാറ്റിയിട്ട് ചെറിയ മിസ്റ്റേക്കുകളോടെ കൂടി കിട്ടുന്നാലും സംഭവം കാര്യങ്ങൾ നടക്കും. സേവ് നമുക്ക് കാര്യങ്ങൾ നടക്കും.
നമ്മുടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഗ്രാമറൊക്കെ അങ്ങനെ കൃത്യം ചെറിയ ചെറിയ വാക്കുകളിലെ മിസ്റ്റേക്ക് ഒന്നും കാര്യമാക്കാറില്ല. ഞാൻ PDF അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരേണ്ടി വരുമെന്ന് തോന്നുന്നു. ഞാൻ ഈ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തേ, പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു, എന്നിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത്, അയ്യോ ഇതേത് വന്നില്ലല്ലോ, ഫയൽസ്, ഓ ഓ എന്റെ മിസ്റ്റേക്ക് ആണ്, രണ്ടും PDF ആയിരുന്നു. സോറി ടീച്ചേഴ്സ്, രണ്ടും PDF ആയിരുന്നു, എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു, ഒന്ന് ക്ഷമിക്കൂ. ഇപ്പൊ രണ്ടും PDF തന്നെയാണ് കേട്ടോ, വെറുതെ പ്രോംപ്റ്റ് തിരുത്തി. വല്ല കാര്യം ഉണ്ടായിരുന്നു. 2 PDFs ഇത് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറ്റാച്ച് ചെയ്ത് തീർന്നിട്ടേ സെൻഡ് പ്രോംപ്റ്റ് കൊടുക്കാവൂ. ഓക്കെ, ഇപ്പൊ രണ്ടും അറ്റാച്ച് ആയി. ഇനി സെൻഡ് പ്രോംപ്റ്റ് കൊടുക്കാം, ബ്ലൂ ബട്ടൺ. ഞാനൊന്ന് വേഗം ഇതിലും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ, നോക്കാം എന്തായി സംഭവിച്ചത്. Absolutely. I reviewed both PDFs carefully. The sample has 4 extended response tasks. Diary writing. അപ്പോൾ ഒരെണ്ണം തന്ന് ഡയറിയാണ്, ഹിന്റും തന്നിട്ടുണ്ട്. രണ്ടാമത്തത് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. Picture based writing. Look at the picture of a fire safety awareness program. നമുക്കൊരു എക്സാമിന് പിള്ളേർക്ക് സാമ്പിൾ കൊടുക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലായി കിട്ടി. ഇപ്പൊ ഇതിനെ കോപ്പി ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത വേർഡ് ഫയലില് ഇവിടെ തന്നെ നമുക്ക് ഇപ്പൊ ഒരുപാട് കണ്ടന്റ് ആയിപ്പോയി. ഇതെല്ലാം കൂടെ ഒരു A4 പേപ്പറിൽ നിൽക്കാൻ സാധ്യത വളരെ കുറവാണ്. 1-2 ഷീറ്റ് വരെ പോകാൻ പറ്റുന്ന സാധനമാണ്. ഇതെങ്ങനെ മനസ്സിലാകും എന്ന് ചോദിച്ചാൽ അതാണ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ എല്ലാ ദിവസവും ഇതാണ് എൻ്റെ മെയിൻ പണി, ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണെന്നാ, 2 എണ്ണം എടുക്കും. ഇനി 2 വർക്ക് മാത്രം കോപ്പി എടുക്കാം, ഇത്രയും മാത്രം. 2 എണ്ണം മാത്രം സെലക്ട് ചെയ്തു, മുകളിൽ കോപ്പി നിങ്ങൾക്ക് കാണാം, കോപ്പി എടുത്തു. നമുക്ക് ChatGPT തയ്യാറാക്കി തന്നത് എങ്ങനെയായിരുന്നു ടീച്ചേഴ്സ്? കുറച്ച് ലെങ്തി ആയിട്ടുള്ളതായിരുന്നു, ഇച്ചിരി വിശാലമായിട്ട് തന്നു. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു പേപ്പറിൽ നിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചെയ്ത കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ, ഒരു ചിത്രമാക്കി കാണിച്ചു കഴിഞ്ഞാൽ കാണാനൊരു ചന്തമായിരിക്കും, പിള്ളേർക്കും ഇഷ്ടമായിരിക്കും. അതിന് പുതിയ കാര്യമൊന്നുമില്ല. നമ്മളിതിനെ ChatGPT കൊടുത്തിട്ട് ChatGPT എനിക്ക് എന്താക്കി തരാൻ പറയും, ക്രിയേറ്റ് ഇമേജ് ആദ്യം കൊടുക്കും. ക്രിയേറ്റ് ഇമേജ് ആദ്യമേ ക്രിയേറ്റ് ഇമേജ് കൊടുക്കുമ്പോൾ അതിന് ക്ലിയർ ആവും. ചിത്രം തയ്യാറാക്കാനാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. യൂണിറ്റ് എക്സാം
എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുക. ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്ത് സെൻഡ് പ്രോംപ്റ്റ് കൊടുക്കുക. നമുക്ക് 4 സെറ്റാണ് ആദ്യം തയ്യാറാക്കി തന്നത്. ഞാൻ അതിനകത്തുനിന്ന് ഒരു പേപ്പറിൽ ഒരു ഷീറ്റിൽ കിട്ടാൻ കണക്കാക്കി ആദ്യത്തെ 2 മാത്രം ഞാൻ എടുത്തു. 2 സെറ്റ് ക്വസ്റ്റ്യൻ മാത്രം ഞാൻ എടുത്തു. അതിനെ ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞ ഒരു പ്രോംപ്റ്റ്, ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞ ഒരു പ്രോംപ്റ്റ് കൊടുത്തു. അതിനകത്ത് ഓഫ് ദിസ് യൂണിറ്റ് എക്സാം എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അത് ബ്രാക്കറ്റ് കൊടുത്തിട്ടാണ് ചെയ്തത്. ഇപ്പൊ ഒരു ചിത്രം തയ്യാറായി വരും. എൻ്റെത് ആദ്യം കിടപ്പുണ്ട്. ഹിന്റ് ഉണ്ട്. കുട്ടിക്ക് എഴുതാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് പറഞ്ഞ് 2ാമത് തന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടീച്ചേഴ്സ് പരിപാടി? വളരെ സിമ്പിൾ അല്ലേ? ഇനി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് എനിക്ക് നിങ്ങളടുത്ത് പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഒത്തിരി പറയാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തരുമ്പം തലയിൽ കയറത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പഠിക്കും. ഇനി ഇതിന്റെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഉണ്ടാവും. 10 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് റിവിഷൻ ക്ലാസ്സുകളുണ്ട്. അതിനൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ടെക്നിക്കുകളൊക്കെ പറഞ്ഞുതരും. അപ്പൊ ഇത്രയൊക്കെ എത്തുക. നിങ്ങളെ കൊണ്ട് ഇതുപോലെയൊക്കെ ജനറേറ്റ് ചെയ്യിക്കാൻ പറ്റിയാൽ ഈ സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പൊ ഞാൻ ഈ സ്റ്റെപ്പ്, അതായത് നമ്മളെ നോട്ട് തയ്യാറാക്കിയത്, നോട്ടല്ല സോറി, മോഡൽ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയതെന്ന് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സംശയം ചോദിക്കാനായിട്ട് ടൈം തരാം. ഓക്കെ, എന്തായിരുന്നു ഞാൻ ചെയ്തേ? ആദ്യം ക്ലാസ് റൂം ഓപ്പൺ ആക്കി ഡേ 3 എടുത്തു. ഡേ 3 എടുത്തിട്ട് നമ്മുടെ 3ാമത്തെ ടാസ്ക് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാനുള്ള പ്രോംപ്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രോംപ്റ്റിനെ ഞാനിങ്ങനെ അതേപോലെ കോപ്പി എടുത്തു. ഇതിനകത്ത് 2 സാധനങ്ങളാണ് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. ഒരു റെഫറൻസ് ക്വസ്റ്റ്യനും പിന്നെ ഒരു ടെക്സ്റ്റ് ബുക്ക്. ഒരു യൂണിറ്റ് ഫുള്ള് ഞാൻ എടുത്ത് കൊടുത്തു. ഓക്കെ, ഞാൻ ഈ ഡൗട്ട് ചോദിക്കുമ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കണം കേട്ടോ, എങ്ങനെയാണ് ഒരു യൂണിറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തതെന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് എന്നെ തരാം. യെസ്, ഓക്കെ. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു? ഐ ഹാവ് അറ്റാച്ച് ടു PDF എന്നുള്ള അത്രയും ഭാഗം കോപ്പി എടുത്തു. ആ പ്രോംപ്റ്റ് അത്രയും കോപ്പി എടുത്തു. ഇതിനെ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സേവ് ടു എന്ന് പറയുന്നത് നമ്മളെ ആപ്പാണ് ഉപയോഗിച്ചിരുന്നത്. ക്ലിക്ക് ചെയ്തു. മുകളിൽ 3 ഡോട്ട് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ഫയൽ കൊടുത്തു. ഇനി ഓപ്പൺ വിത്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് ആക്സസ് കിട്ടുന്നുണ്ടോ? റിക്വസ്റ്റ് ആക്സസ്. ഇതെല്ലാം എൻ്റെ ഇതിനകത്ത് കിടക്കുകയാണ്. ഇമെയിലിൽ ഈ റിക്വസ്റ്റ് പോകും. ഞാൻ ഇമെയിലിൽ ആക്സസ് ചെയ്താലേ കിട്ടും. നോക്കാം. അപ്പൊ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? 3 ഡോട്ട് കൊടുത്ത് എഡിറ്റ് കൊടുത്ത്, അയ്യോ നമുക്ക് കഥ പറഞ്ഞുകൊണ്ട് എവിടെയോ വെച്ച് സ്റ്റോപ്പായി. 3 ഡോട്ട് കൊടുത്തു, സെൻഡ് ഫയൽ കൊടുത്തു. സെൻഡ് കൊടുക്കാനായിട്ട് നമുക്ക് വാട്സാപ്പ് ഉണ്ട്, സേവ് ടു ഉണ്ട്, ടെലഗ്രാം ഉണ്ട്. ഏതെങ്കിലും ഒന്നിൽ ചെയ്യാം. നമ്മൾ സേവ് ടു ആണ് ഉപയോഗിച്ചത്. സേവ് ടു ഉപയോഗിച്ച് നമ്മുടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ചു. അപ്പോൾ ആ ഫയൽ സേവ് ആയി. ഈ സേവ് ആയതിനെയൊക്കെ നമ്മൾ ChatGPT എടുക്കേണ്ടതായിട്ടുണ്ട്. ChatGPT പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു, തുടർന്ന് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, തുടർന്ന് ഫയൽസ് ക്ലിക്ക് ചെയ്തു, അപ്ലോഡ് ന്യൂ ഫയൽ കൊടുത്തു. ഏറ്റവും റീസെന്റ് ആദ്യം വരും. അതെന്തുകൊണ്ടാണ് ഏറ്റവും റീസെന്റ് ആദ്യം വരാൻ കാരണം? ഞാൻ ഇവിടെ റീസെന്റ് സെലക്ട് ചെയ്തുകൊണ്ടാണ്. ലെഫ്റ്റിലെ 3 ലൈൻ കാണും, 3 ലൈൻ, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ആണെന്നൊക്കെ നമുക്ക് ഇപ്പൊ അറിയാം. ഡൗൺലോഡിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം.
ഇനി റീസെന്റ് ഫയൽ എന്ന് പറഞ്ഞ സാധനം ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഫോണിൽ റീസെന്റ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന എല്ലാ സാധനവും റീസെന്റ് ആയിരിക്കും. അപ്പൊ റീസെന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇങ്ങനെ എടുക്കും. അങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തതിനെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇവിടെ അല്ലല്ലോ, എവിടെയായിരുന്നു? ഇവിടെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഒന്ന് അറ്റാച്ച് ചെയ്തു, രണ്ട് അറ്റാച്ച് ചെയ്തു, രണ്ട് അറ്റാച്ച് ചെയ്തു. രണ്ടും അറ്റാച്ച് ചെയ്ത് പൂർത്തിയായി, കറക്കം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരണം. എന്നിട്ട് മാത്രമേ സെൻഡ് കൊടുക്കാവൂ. ഇല്ലാതെ കൊടുത്താൽ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെ ചെയ്ത് കിട്ടിയതാണ് പ്രോംപ്റ്റ് കിടക്കണം. ചെയ്ത് കിട്ടിയതാണ് ഈ ചോദ്യങ്ങൾ. ഈ ചോദ്യത്തിന് ഞാൻ എന്ത് ചെയ്തു? ഒത്തിരി എനിക്ക് കിട്ടി. ഞാൻ അതിനെ സെലക്ട് ആവശ്യമുള്ള അത്രയും 2 സെറ്റാണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് 2 സെറ്റ് ഫുള്ള് സെലക്ട് ചെയ്തു. കോപ്പി കൊടുത്തു. കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു, കോപ്പി എടുത്തു. താഴെ കൊണ്ടുവന്നിട്ട് ക്രിയേറ്റ് ഇമേജ് കൊടുത്തു. എന്നിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് വർക്ക്ഷീറ്റ് ആയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തയ്യാറാക്കി തന്നതാണ് നമ്മൾ ഈ ഇവിടെ കണ്ടത്. അതിപ്പോ എന്ത് കാണിക്കാത്തത്? കാണി. കണ്ടല്ലോ ടീച്ചേഴ്സ്, നമ്മൾ 3 വളരെ ഒരുപാട് അധ്യാപകർക്ക് എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഗ്രൂപ്പുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ആ ആവശ്യപ്പെട്ട സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു. എങ്ങനെ സ്വന്തമായി ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. എത്ര പേരുണ്ട്? വീഡിയോ ഉണ്ടാക്കണത് ഒന്നുകൂടി പറഞ്ഞു തരാൻ പറ്റുമോ ഇനി ഒരു ദിവസം? ടീച്ചറെ നമുക്ക് നോക്കാം. നമ്മള് മഹാബലിയുടെ വീഡിയോ ഉണ്ടാക്കിയ കാര്യമല്ലേ ടീച്ചർ ചോദിക്കുന്നേ? അല്ലേ? അതെ അതെ ആ അതെ. അതിന്റെ ഒരു ചെയ്യുന്ന സ്റ്റെപ്പ് പറയുന്ന ഒരു വീഡിയോ ടീച്ചറിന് കിട്ടിയോ? കിട്ടി. അതിൽ നോക്കിയിട്ടും പേസ്റ്റ് ചെയ്യാൻ അത് കുറച്ച് വരെ പറ്റിയിട്ടുള്ളൂ. അതിന് ശേഷം പറ്റുന്നില്ല. ചാറ്റ് ജിപിടിയിൽ ചെയ്യുന്നത് വരെ കിട്ടുന്നുണ്ട്, അതിന് ശേഷം പോണില്ല അങ്ങട്. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചതാണ് ഒരു ക്ലാസ്സും കൂടെ വയ്ക്കാമെന്ന്. പക്ഷെ ഇന്നലെ ടൈം കിട്ടിയില്ല. ഇല്ലെങ്കിൽ ഇന്നലെ ഒരു ക്ലാസ് വയ്ക്കായിരുന്നു. ഇനിയിപ്പോ നാളെ നമുക്ക് തന്നെ ക്ലാസ് ഉണ്ടല്ലോ. അതാണ് ഒരു പ്രശ്നം. 8 മണിക്ക് 8 to 9 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലാസ് വയ്ക്കാനും പറ്റും. എല്ലാവരും ടയർഡായി പോകും. ഒരു 7 മണിക്ക് വയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണിക്ക് നമുക്ക് ക്ലാസ് ഉണ്ട്. ഒരു 6:30 മുതൽ 7:30 വെച്ച് കഴിഞ്ഞാൽ വരാൻ പറ്റുമോ എല്ലാവർക്കും? വരാം. നോക്കാം ടീച്ചറെ, ഞാനൊന്ന് ഇടാം. നമുക്ക് അതിനെ കുറിച്ച് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ സബ്ജക്ട് ഡൗട്ട് ചോദിക്കൂ ടീച്ചേഴ്സ്. ഇന്നത്തെ സബ്ജക്ട് പിന്നെ ക്വസ്റ്റ്യൻ ആക്കി കഴിഞ്ഞിട്ട് അത് ഇമേജ് ആക്കുന്നില്ലേ? ഒന്നുകൂടി പറയാം സാറേ. അതെ ടീച്ചറെ, ആക്ച്വലി അത് നമ്മളിപ്പോ ടീച്ചർ ആക്ച്വലി നമ്മൾ ചെയ്തത് ഇത് ഫസ്റ്റ് ക്ലാസ്സിന് മുതൽ ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എന്താണ് ചെയ്തത്? സ്റ്റോറി തയ്യാറാക്കിയില്ലേ? സ്റ്റോറി തയ്യാറാക്കിയിട്ട് ക്രിയേറ്റ് ഇമേജ് എന്നൊരു വാക്കില്ലേ, ആ വാക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, എന്താണോ നമുക്ക് ചിത്രമാക്കേണ്ടത് അതിനെ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. നമുക്ക് തന്നപ്പോ ചാറ്റ് ജിപിടി തയ്യാറാക്കി തന്നപ്പോഴത്തേക്കും ഭയങ്കര ലെങ്തി ആയി. ഒരു പേജിലൊന്നും നിൽക്കാത്ത കണ്ടന്റ് ആണ് തന്നത്. നമ്മളതിനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചുരുങ്ങി എല്ലാം കൂടെ ചെയ്തു തരും. മനസ്സിലായല്ലേ ടീച്ചറിന്? അത് ഒരുപാടായിപ്പോവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്
2 ക്വസ്റ്റ്യൻ മാത്രം സെലക്ട് ചെയ്തു കോപ്പി എടുത്ത് എന്നിട്ട് ആ ക്രിയേറ്റ് ഇമേജിനകത്ത് ബ്രാക്കറ്റിനകത്ത് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഒരു കാര്യം പുതുതായിട്ട് ചെയ്തു. ആ സാറേ അവിടെ പിന്നെ കോപ്പി ചെയ്യുന്നത് കണ്ടപ്പോ എനിക്കൊരു സംശയം വന്നു, അങ്ങനെ അതാ ഇല്ല സംശയമായത്. ഇല്ല ഇല്ല, പുതിയ ഒരു കാര്യം ചെയ്തില്ല. നമ്മൾ പഠിച്ച് നമ്മൾ ഇപ്പൊ ചെയ്തു തുടങ്ങിക്കാണും എല്ലാവരും ഒക്കെ. നമുക്കൊരു സ്റ്റോറി കൊടുത്തിട്ട് അതിനെ ഇമേജ് ആക്കി തരാൻ വേണ്ടി പറയാം, അങ്ങനെ അതേ പരിപാടിയാണ്. പുതുതായിട്ടൊന്നും നമ്മൾ പറഞ്ഞില്ല. എന്തിനാണ് അങ്ങനെ കോപ്പി ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരുപാടായിപ്പോയി, ലെങ്ത് കൂടിപ്പോയി. അത് നിങ്ങൾക്ക് പറഞ്ഞ് കാണുമ്പോൾ മനസ്സിലാവണമല്ലോ. പിന്നെ സംശയം മറ്റെന്തെങ്കിലും? സാർ ഒരു യൂണിറ്റില് ഒരു ടെക്സ്റ്റ് ബുക്കില് ഒരു ഏതാ യൂണിറ്റ് മാത്രം PDF ഒരു യൂണിറ്റ് മാത്രം PDF ആയിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ടീച്ചറെ? ചാറ്റ് GPT നമ്മളതിൽ എന്തായാലും ഒരു ഫുൾ ടെക്സ്റ്റ് കാണുമല്ലോ അല്ലേ? എല്ലാവരിലും ടെക്സ്റ്റ് ബുക്ക് കാണും, ഒരു പാർട്ട് 1 ടെക്സ്റ്റ്. ഇതിനെ എടുത്ത് ആർക്ക് കൊടുക്കണം? ചാറ്റ് GPT. ചാറ്റ് GPTയിൽ ഇതിനെ ഒരു ഫുൾ പാർട്ട് ഇട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് പ്രോംപ്റ്റ് ആയിരിക്കും കൊടുക്കാൻ സാധ്യത? ടീച്ചർ എന്നെ ഒന്ന് പറയൂ. എനിക്ക് give me the PDF of unit 1 or 2. അത്ര സംഭവം ഇത്രേ ഉള്ളൂ. എനിക്ക് ആ യൂണിറ്റ് 1 മാത്രം സെപ്പറേറ്റ് PDF ആക്കി തരണം. സിമ്പിൾ പരിപാടി. അപ്പൊ ചാറ്റ് Okay, GPTയോ sir. ജെമിനിയോ എല്ലാരും അത് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാം. കംപ്രസ് ചെയ്ത് തരും, അതാണ് വേറൊരു ഗുണം. സെപ്പറേറ്റ് ചെയ്ത് തരണം, കംപ്രസ് ആക്കി തരണം, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. വേറെ പല പരിപാടികളും ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പമാക്കണമല്ലോ, നമ്മുടെ ഹ്യൂമൻ എഫേർട്ട് കുറയ്ക്കുക എന്നുള്ളതാണല്ലോ ഇതിന്റെയൊക്കെ ഉദ്ദേശം. അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് എനിക്ക് എളുപ്പമെന്ന് തോന്നി. അങ്ങനെ ചെയ്തതാണ് നമ്മളിപ്പോൾ കണ്ട PDF. ഫുൾ പാർട്ട് 1 ടെക്സ്റ്റിൽ നിന്ന് യൂണിറ്റ് 1 മാത്രം സെപ്പറേറ്റ് ചെയ്ത് തന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അത് പറയൂ ടീച്ചർ. ടീച്ചർ മൈക്ക് എടുത്തിട്ട് മൈക്ക് വെച്ചോ. സാറേ എനിക്ക് ഡോക്സിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഗൂഗിൾ ഡോക്സിൽ ടീച്ചറിന് ചെയ്യാൻ പറ്റുന്നില്ല. ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിചയപ്പെട്ടതാണ്. ഗൂഗിൾ ഡോക്സിൽ ടീച്ചറിന് എന്താണ് ബുദ്ധിമുട്ട് നേരിട്ടത്? അത് മെമ്മറി ഫുള്ളാന്ന് പറയുന്നത് സാറേ. അത് ജിമെയിലിനകത്തെ മെമ്മറി ഫുള്ളാന്ന് പറയുന്നു. അപ്പൊ ടീച്ചർ ചെയ്യേണ്ടത്, നമ്മളെ ഈ ഇമെയിൽ കൊണ്ട് നിറഞ്ഞു നടക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. മറ്റൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് ഇടുക. നമുക്ക് ഒരുപാട് ഇമെയിൽ ID വേണം ഇത് തുടർന്നുള്ള വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ. കാരണം ചാറ്റ് GPT ഒക്കെ നമ്മൾ 2 ഇമേജ് അല്ലെങ്കിൽ 3 ഇമേജ് തീരുമ്പോഴത്തേക്കും ചാറ്റ് GPT പറയും നിങ്ങളുടെ കോട്ട കഴിഞ്ഞു, നാളെ വരൂ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു ഇമെയിൽ ID ഉപയോഗിച്ച് അതിനെ കറക്റ്റ് ചെയ്യും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ് കൂടുതൽ ഇമെയിൽ IDകൾ തയ്യാറാക്കേണ്ടതെന്ന്. ഓക്കെ, എല്ലാവർക്കും ആവശ്യം വരാൻ സാധ്യതയുള്ളതാണ്, അതുകൊണ്ടാണ് ഒന്ന് പറയുന്നത്. ജിമെയിൽ എടുക്കുക, നിങ്ങളുടെ ജിമെയിൽ ഓപ്പൺ ആക്കുക. ജിമെയിൽ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഐക്കൺ കാണിക്കുമല്ലോ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഐക്കൺ ഉണ്ട്. റൈറ്റ് ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിങ്ങനെ ആഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്. തങ്കപ്പൻ കുട്ടപ്പൻ FJKCB ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഡ് അനദർ അക്കൗണ്ട് എടുക്കുക. ആഡ് അനദർ അക്കൗണ്ട് കൊടുത്തപ്പോൾ ഇത്രയും കിട്ടി. ഇതിനകത്ത് ഗൂഗിൾ മാത്രമേ കൊടുക്കാവൂ, വേറെ ഒരു കാര്യം കൊടുക്കരുത്. ഗൂഗിൾ മാത്രം. ഗൂഗിൾ ഏറ്റവും മുകളിൽ ഗൂഗിൾ ഉണ്ട്.
ഇനി തുടർന്നുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ അതൊന്ന് മനസ്സിലാക്കി അങ്ങ് ചെയ്തു പോയാൽ മാത്രം മതി. ഞാൻ കൂടുതൽ ഇമെയിൽ ഐ ഡികൾ ആഡ് ചെയ്ത് കൂട്ടുന്നില്ല. ഇപ്പൊ ഇമെയിൽ നമുക്ക് പുതുതായിട്ട് ഇമെയിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇവിടെ അടിച്ചു കൊടുക്കാം. അഡീഷണൽ ഫോണിലുള്ള ഇമെയിൽ ഐ ഡി അല്ലാതെ അഡീഷണൽ മറ്റൊരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇല്ല, പുതുതായിട്ട് ചെയ്യണം ഈ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി സ്റ്റെപ്പുകൾ ഫോർ മൈ പേഴ്സണൽ യൂസ് എന്ന് തന്നെ കൊടുക്കണം. ബിസിനസ് ആവശ്യത്തിൽ നിന്ന് കൊടുത്തു കളയരുത്. ഫോർ മൈ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഫസ്റ്റ് നെയിം സർനെയിം കൊടുക്കുക, അടുത്ത് പാസ്വേഡ് പറയും. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അങ്ങനെ ചെയ്ത് പോണേ. ഞാൻ ചെയ്യാത്തതിന് കാരണം ഇനി ഇമെയിൽ ഐ ഡി കൂട്ടാൻ ആഗ്രഹിക്കുന്നു. വേറെ ഒന്നുമില്ല, ഇമെയിൽ എടുക്കുക. എവിടെ നിന്ന് എടുക്കണം? നമ്മുടെ ജിമെയിൽ എടുത്തിട്ട് ഏറ്റവും ടോപ്പിൽ നമ്മുടെ ഐക്കൺ ഉണ്ട്. ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴെ ആഡ് അനദർ അക്കൗണ്ട് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ആണ്. ഇവിടെയാണ് ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്നത്. ഗൂഗിൾ ക്ലിക്ക് ചെയ്യാതെ ഔട്ട്ലുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യരുത്. ഗൂഗിൾ എടുക്കുക. വെരിഫിക്കേഷൻ എന്തെങ്കിലും കാണും, ആ വെരിഫിക്കേഷൻ കൊടുത്ത് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ബട്ടൺ കൊടുക്കുക. ഫോർ മൈ പേഴ്സണൽ യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ ഇനി ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് നെയിം സർനെയിം, അടുത്ത് പാസ്വേഡ് ചോദിക്കുന്നതിനൊക്കെ ഉത്തരം കൊടുത്തങ്ങ് പോയാൽ. യെസ്, ഒരു ടീച്ചർ മൈക്ക് എടുത്തല്ലോ. പറയൂ ടീച്ചർ. സാറേ, നമുക്ക് ഒരു ഫോൺ നമ്പറിൽ എത്ര വേണേലും ഇമെയിൽ ഐ ഡി ഉണ്ടാക്കാൻ പറ്റുമോ? ഓ, ഞാൻ എൻ്റെ ഒരു ഫോൺ നമ്പറിൽ 5-10 ഒക്കെ ആയി. കുഴപ്പമില്ലേ? നമുക്കൊരു 3-4 ടീച്ചേഴ്സിന് ഒരു 3 അല്ലെങ്കിൽ 4 അത്രയൊക്കെ ആവശ്യം വരുള്ളൂ. 10 വരെയൊക്കെ പോകും. പിന്നെ ആപ്സ് കൂടുതലാകുമ്പോൾ സാധാ ഫോണിനകത്തൊക്കെ ആപ്സ് ഇപ്പം ഒത്തിരി നമ്മൾ ഓൾറെഡി ഇപ്പം ഒത്തിരി ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ സാറേ. എനിക്കും ഡോക്സ് ശരിയാവുന്നില്ലായിരുന്നു നോക്കിയിട്ട്. ടീച്ചർ എൻ്റെ ഫോൺ കാണുന്നുണ്ടല്ലോ, അതിനകത്ത് ഒത്തിരി ആപ്സ് ഉണ്ട്. ഇത് വലിയ കൂടിയ ഫോണൊന്നുമല്ല, ഒരു ബേസ് മോഡൽ ഫോണാണ്. ഞാനിങ്ങനെ എൻ്റെ എല്ലാം ഓൾമോസ്റ്റ് നമ്മൾ ഈ ഓലാപ്പിന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിലേ ടീച്ചർ ഉണ്ടെങ്കിൽ അറിയായിരിക്കും, ഒരുപാട് വർക്കുകൾ കാണുന്നില്ലേ എല്ലാം. ഒത്തിരി ആപ്പ് എൻ്റെ ഫോണിലുണ്ട്. ഞാൻ ചെയ്യുന്നത് എൻ്റെ ഗാലറി ഫുള്ളാക്കൂല. എപ്പോഴും ഞാൻ ചെയ്യുന്ന ഗാലറി ഫുള്ളാക്കാതെ അതിനെയൊക്കെ അന്നെന്നുള്ളത് ഡിലീറ്റ് ആക്കിയും ഈ നമ്മുടെ ഫോൺ അധികം ഹാങ് ആവാത്ത പരിപാടികളൊക്കെ ഞാൻ ചെയ്ത് പോവാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോ അതൊക്കെ പറഞ്ഞു തരണം. എല്ലാം പറയുന്നു. നമ്മൾക്ക് വർഷം കിടക്കയല്ലേ ടീച്ചറെ. നമ്മള് പതുക്കെ അതിനാദ്യം ചെയ്യേണ്ട ടീച്ചറെ, എല്ലാം നിങ്ങൾ ഏതൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടോ ആ ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട്, ഞാൻ ഇവിടത്തെ നമ്മുടെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഈ മീഡിയ വിസിബിലിറ്റി എന്ന് ഓഫ് ചെയ്തിട്ട്. മീഡിയ വിസിബിലിറ്റി എല്ലാത്തിൻ്റെയും ഓഫ് ചെയ്തിട്ട് കണ്ടോ? മീഡിയ വിസിബിലിറ്റി അത് നോ എടുത്തിട്ടേക്ക്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് എന്തെങ്കിലും വേണം, ഇപ്പൊ ഒരു ടീച്ചറിന് തോന്നണം എന്താ ഈ ടീച്ചർ ചെയ്ത വർക്ക് വേണമെങ്കിൽ നമ്മൾ ഈ സേവ് ടു എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. ഇതിന് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ആ ഡൗൺലോഡ് ബട്ടൺ സെൻട്രലായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഡൗൺലോഡ് ബട്ടൺ കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ കൊടുത്ത് സേവ് ടു വരും. അതിൽ സേവ് ടു യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ ആവശ്യത്തിന് മാത്രം ചെയ്യാം. അല്ലാതെ എല്ലാ ഗ്രൂപ്പുകളിലും നമ്മൾ ഈ മീഡിയ വിസിബിലിറ്റി ഓഫ് ആക്കി ഇടുക, അത്രേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊക്കെ പഠിച്ചു വരാം. സാറേ, സേവ് ടു ഫയൽ വന്ന് ഡൗൺലോഡ് ചെയ്തു, പക്ഷെ അത് വർക്ക് ആവുന്നില്ലല്ലോ. വെൽക്കം ടു സേവ് ടു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നേ ഉള്ളൂ ഒരു സ്ക്രീനായിട്ട്, പക്ഷെ അത് വർക്ക് ആവുന്നില്ല. ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിക്കാം. ഇത് ഫയല് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു, ഷെയർ എന്ന് പറയുന്ന ബട്ടൺ വന്നു, സേവ് ടു എന്ന് പറയുന്ന ബട്ടൺ വന്നു. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇവിടെ കണ്ടോ, ഡൗൺലോഡിലായിരിക്കും. ഇത് സേവ് കൊടുത്താൽ സേവ് ആവും, കൃത്യമായിട്ട് സേവ് ആവും.
ഡൗൺലോഡിൽ പോയി സേവ് ആവും. ഡൗൺലോഡ് മാറ്റി വേറെ എവിടെയെങ്കിലും കൊടുക്കണേ അങ്ങനെ കൊടുക്കാം. നമുക്ക് സേവ് ചെയ്തൊന്ന് നോക്കാം. ഗാലറിയിൽ വന്നു, അല്ലെങ്കിൽ ഡൗൺലോഡ് ഫോൾഡർ ഡൗൺലോഡ്സ്. കണ്ടോ, ഇത് ആ ഫയലാണ്. കണ്ട, ടീച്ചർ ചെയ്ത ഇതാണ് ഞാൻ പറയാം. ഈ ടീച്ചർ ചെയ്തപ്പോ 13 ക്വസ്റ്റ്യൻ ആണ് ഒരു ഇതിനകത്ത് വന്നത്. ഇല്ല നമുക്ക് വായിക്കാൻ, പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഇത് കൊള്ളാം. 13 ക്വസ്റ്റ്യൻ വന്നിരുന്നെങ്കിൽ തീരെ ഇതായി പോയില്ല. ഒരു A4 ഷീറ്റിലൊക്കെ നിൽക്കുന്ന രീതിയിലായിരിക്കും. പ്രിന്റും കൂടെ എടുത്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. തീരെ ചെറുതാണെങ്കിൽ വായിക്കാൻ പാടായിരിക്കും. നമുക്കാണ് പ്രശ്നം, പിള്ളേർ വായിച്ചെടുക്കും. ചെറിയ അക്ഷരങ്ങളാവുമ്പോഴേ വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ കോപ്പി എടുത്ത് ആദ്യത്തെ പ്രോംപ്റ്റിലും ഒക്കെ കൊടുക്കാം. ഒന്നും AB സെറ്റുകളെ ഒരു ഷീറ്റിലാക്കിയും CD എന്നതിനെ രണ്ടാമതൊരു ഷീറ്റിലാക്കി തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ 2 സെറ്റാക്കി നമുക്ക് തയ്യാറാക്കാം. ഓക്കേ, ഇനി സംശയങ്ങൾ? സേവ് ടു ആപ്പിൽ നമ്മള് പിന്നെ ഫോൾഡർ ആക്കി കൊടുക്കുന്നതാണോ ഡൗൺലോഡ്സ് ഡോക്യുമെന്റ് അങ്ങനെ? അത് അതിൽ ഇൻബിൽറ്റ് ആയിട്ട് ഉള്ളതാണ്. സേവ് ടു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഡൗൺലോഡ് ചെയ്തതാണ്. അതെ അതെ, ഡൗൺലോഡ് ചെയ്താണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അതിലേക്ക് ഷെയർ ചെയ്യുമ്പോ അതില് ക്വിക്ക് ഷെയർ, ടെലഗ്രാം അങ്ങനെ കാണുന്നുള്ളൂ. നിയർ ബൈ ഷെയർ, അതുപോലെ ഡോക്യുമെന്റ് ഡൗൺലോഡ്സ് ഒന്നും കാണുന്നില്ലല്ലോ. ഇത് എങ്ങനെയാണ് വരുന്നതെന്നോ, ഈ നമ്മൾ ഷെയർ ഒക്കെ കൊടുക്കുമ്പോഴേ ഇത് വരാനുള്ള ഒരു കാരണം നമ്മൾ റീസെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫയലുകളാണ് അതിനകത്ത് കാണിക്കുന്നത്. ഞാനൊന്ന് കാണിച്ചു തരട്ടെ. ഇപ്പൊ ഇത് ഷെയർ കൊടുക്കുമ്പോഴാണ് ഈ സേവ് ടു പോലുള്ള സാധനങ്ങൾ വരുന്നത്. ഷെയർ കുറെ നേരം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഷെയർ. ഞാൻ ഏറ്റവും റീസെന്റ് ആയിട്ട് ഉപയോഗിച്ച സാധനങ്ങളാണ്. റയർ ആയിട്ട് ഉപയോഗിക്കുന്നതൊക്കെ അങ്ങോട്ട് പോകും. കാനോൺ പ്രിന്റ് ഒക്കെ ഇതിൽ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നമുക്ക് എടുക്കാം. നമ്മളെ എല്ലാ ആപ്പുകളും കാണിക്കും. ടീച്ചർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങോട്ട് ഞെക്കി മോർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത്. അല്ല സാർ, എന്നാ സേവ് ടു ഓപ്പൺ ആക്കോ. ഓക്കെ, സേവ് ടു ഡൗൺലോഡ്സ്. എനിക്ക് വന്നു എന്റെ അടുത്ത് ചോദിക്കുകയാണ് എന്ത് പേരിൽ സേവ് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. ഞാനിപ്പോ ഈ പേര് മതിയെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് സേവ് കൊടുത്താ ഡൗൺലോഡിൽ ഇത് സേവ് സേവ് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, ക്ലിയർ ആയി. നമുക്ക് ഒരു ടീച്ചർ സാമൂഹ്യ ശാസ്ത്രവുമായിട്ട് ഇത് തന്നെ നമ്മുടെ തയ്യാറാക്കിയത് നമ്മളൊക്കെ പഠിച്ച രീതിയിൽ നിന്നൊക്കെ മാറി കുട്ടികൾക്ക് കുറച്ചും കൂടെ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ചോദ്യങ്ങളൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് പരീക്ഷ എഴുതാനും ഒക്കെ ഒരു താല്പര്യം വരും അല്ലേ? സംശയങ്ങൾ പോരട്ടെ? ഇത് ക്ലിയർ ആണ് സാറേ. പിന്നെ നേരത്തെ ടീച്ചർ ചോദിച്ച പോലെ നമ്മുടെ AI വീഡിയോ ക്രിയേഷൻ ഒന്നും കൂടി നമുക്ക് ചെയ്ത് കാണിച്ചു തന്നാലും നല്ലതായിരിക്കും.
നമുക്കിനി വെള്ളിയാഴ്ചയാണല്ലോ അടുത്ത് ചെയ്യുന്നത്. എനിക്ക് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ക്ലാസ് ഇല്ല. ഞാനെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ചൊവ്വാഴ്ച വയ്ക്കാം. ചൊവ്വാഴ്ച ഫ്രീ ആണ്. ഓക്കെ, അപ്പോ ബാക്കി ഓ പ്രശ്നമില്ല സാർ. മതിയാവും. അപ്പൊ ചൊവ്വാഴ്ച വയ്ക്കാം. നാളത്തെ ഈ നമ്മുടെ ക്ലാസ്സിന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിപ്പോ. ചൊവ്വാഴ്ച വയ്ക്കാമേ. മഹാ മഹാബലിയുടെ വീഡിയോ. ഓക്കെ സാർ. ഓക്കെ, 8 മണി. ഇനി ആരെങ്കിലും ഉണ്ടോ സംശയങ്ങൾ? അത് നമുക്ക് ഒരുപാട് ഉപയോഗമുള്ളതാണേ. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഠഭാഗങ്ങളിലൊക്കെ നമുക്കത് ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പലരും ചെയ്തു തുടങ്ങി. ഞാൻ മഹാബലിയുടെയാണ് ഉദ്ദേശിച്ചതെങ്കിലും പലരും സ്വാതന്ത്ര്യ ദിനത്തിന്റെയൊക്കെ ചെയ്തു. പിന്നെ പല കാര്യങ്ങൾ സ്കൂളിലെ അറിയിപ്പുകളൊക്കെ ഇപ്പൊ അതിൽ ചെയ്തു തുടങ്ങി. അതിന്റെ സാധ്യതകൾ അനന്തമാണ്. ഓരോ ചാപ്റ്റർ ബേസ് നമുക്ക് അതില് പിന്നെ കഥാപാത്രങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ സാറേ? ചെയ്യാൻ പറ്റൂലേ? തീർച്ചയായും നമ്മളത് ചെയ്യുന്നുണ്ട്. അടുത്ത ക്ലാസ്സിലെ പരിപാടി അതാണ്. ഈ ഡിൽന എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ അഡ്വാൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോണേ. ആക്ച്വലി നമ്മൾ ഇത് പിന്നീട് പഠിക്കേണ്ടതായിരുന്നു ഈ മഹാബലിയുടെ. ഞാൻ ഈ ഓണം അടുത്തായതുകൊണ്ട് നിങ്ങൾക്കും കൂടെ അത് കിട്ടാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നതാണ്. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരുപാട് ടീച്ചേഴ്സ് ചെയ്തു. കാരണം നമ്മൾ ആ ക്ലാസ്സിൽ പഠിക്കാത്തൊരു കാര്യം ഓൾറെഡി ജസ്റ്റ് ഒരു സിംഗിൾ ക്ലാസ്സിൽ തന്നെ കുറച്ച് പേർക്ക് കിട്ടിയത് വലിയൊരു അത്ഭുതമാണ്. LP സ്കൂൾ ക്ലാസ്സുകളെ സംബന്ധിച്ച് വളരെ പ്രയോജനകരമായിട്ടുള്ള സംഭവമാണ് സാർ അത്. തീർച്ചയായും ഞാൻ ക്ലാസ്സിൽ അത് കണ്ട് ഇൻട്രസ്റ്റഡ് ആയി. നമ്മൾ 1000 പ്രാവശ്യം പറഞ്ഞതിനേക്കാൾ നല്ലത് ഈ ഒരൊറ്റ വീഡിയോ കാണുമ്പോൾ തന്നെ സംഭവം ക്ലീൻ. പിള്ളേർ ശ്രദ്ധിച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം, ഗ്രൂപ്പുകളിൽ ഇട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള പ്രയോജനമുണ്ട്. ഇനി സംശയങ്ങൾ? നമ്മുടെ പുതിയ ബാച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ, 14, 15. അപ്പൊ നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് പറഞ്ഞ് അവരെയും കൂടെ കൊണ്ടുവരിക. സംശയങ്ങൾ പോരട്ടെ? ഇതിനോടൊപ്പം ഒരു ചാനലും കൂടെ നമുക്ക് ഈ കഴിഞ്ഞ മഹാബലിയുമായി ബന്ധപ്പെട്ട ഇതിനകത്തൊരു ചാനലും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് സാധാരണ ഗതിയിൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഇപ്പൊ മഹാബലിയുടെ വീഡിയോ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിലോട്ട് പറയേണ്ടി വന്നത്. എന്നാലും നല്ലൊരു ഇപ്പോഴേ കുറെ പേര് ആഡായിട്ടുണ്ട്. ചെയ്യേണ്ടത് ആ ഓലാപ്പിന്റെ AI അപ്ഡേറ്റ്സ് നോക്കുക. ഇപ്പൊ ഈ കാണുന്നത് ഈ ക്വിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോംപ്റ്റ് ആണ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ ക്വിസിന്റെ വിജയികളെ കാണിക്കാനുള്ള ഒരു ചെറിയ പ്രോംപ്റ്റ് ആണ് ഇത്. ഇതുപോലുള്ള ഒരുപാട് AI അപ്ഡേറ്റ്സ് ഈ ഓലാപ്പിന്റെ ഈ ചാനലിനകത്ത് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ചാനലില് ആരും ഇതുവരെ ജോയിൻ ആവാത്തവരെ ഒന്ന് ചെയ്യുക. ഞാൻ ചാനലിലെ ലിങ്ക് ഇപ്പൊ തന്നെ കിട്ടുക. ഭയങ്കര ഉപയോഗമുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരും. പിന്നെ അത് മാത്രമല്ല, ഈ എപ്പോ വേണേ എടുത്ത് നോക്കാമല്ലോ. നിങ്ങൾക്ക് പഴയ വർക്കുകളൊക്കെ ഇതുപോലെ എടുത്ത് നോക്കാം. പഴയ കാര്യങ്ങളൊക്കെ ഈ ബർത്ത്ഡേയുടെ ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇടും. കുട്ടികളുടെ ബർത്ത്ഡേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോംപ്റ്റുകൾ, ഓരോ ദിനാചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രോംപ്റ്റ് അപ്പോ ഇതുവരെ ജോയിൻ ആവാത്തവര് അതൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. ജോയിൻ ആവുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാൻ ഇതിനകത്ത് കൂടെ ഇട്ടേ മസ്റ്റ് ആയിട്ട് അത് ആവശ്യമുള്ള ഒരു സംഭവമാണ് ഈ ചാനൽ. നമ്മുടെ ബിക്കം എ സ്മാർട്ട് ടീച്ചർ എന്ന് പറയുന്ന കോഴ്സ് ചെയ്യുന്ന അധ്യാപകർക്ക് മാത്രമുള്ള ഒരു ചാനലാണ്. ഒമ്പതേകാലായി, വിശക്കുന്നു. സംശയങ്ങൾ? മെസ്സേജ് 5 വന്നല്ലോ. ഒരു യൂണിറ്റ് ഫുൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ആക്കാൻ എടുത്തത്?
ഒരു യൂണിറ്റ് ഫുള്ള് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കൽ കൂടെ പറയാം. ഒരു യൂണിറ്റ് ഫുള്ള് എടുക്കാനായിട്ട് ഫുൾ പാർട്ട് 1 ടെക്സ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഏതിൽ അപ്ലോഡ് ചെയ്ത് ചാറ്റ് ജി പി ടിയിൽ അപ്ലോഡ് ചെയ്തിട്ട് ചാറ്റ് ജി പി ടിയോട് പറയും ഈ തന്നിട്ടുള്ള PDF നിന്ന് യൂണിറ്റ് 1 മാത്രം സെപ്പറേറ്റ് ചെയ്ത് PDF രൂപത്തിൽ തരിക. വീഡിയോ മേക്കിംഗ് ക്ലാസ് മിസ്സായി, അതിന്റെ തരാം, ചൊവ്വാഴ്ച തരാമേ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നാളെ ക്ലാസ് ഉണ്ട്. നാളെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ്, നാളെ നമ്മളെ വീഡിയോ ആണ്. നാളെ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയുടെ ക്ലാസ് ആണ്. അതിനകത്തും അതിന്റെ കുറച്ച് കാര്യങ്ങൾ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ വീഡിയോ വീഡിയോ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുട്ടി സംസാരിക്കുന്നതായിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ ഈ കോഴ്സിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന തോന്നില്ല. കാരണം ഓൾറെഡി നിങ്ങളിപ്പോൾ പഠിച്ചു വീഡിയോ തയ്യാറാക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതാണ് ഡേ 4ഉം ഡേ 5ഉം കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. പകുതി കാര്യങ്ങൾ ഡേ 4ൽ പഠിക്കും, പകുതി കാര്യങ്ങൾ ഡേ 5ൽ പഠിക്കും. ഡേ 6 എന്ന് പറയുന്നതും അനിമേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഈ മറ്റേ ആമയും മുയലിന്റെ ഒരു അനിമേഷൻ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, പിരിയാം. ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഗുഡ് നൈറ്റ് ടീച്ചേഴ്സ്, നാളെ കാണാം. ബൈ. ഞാൻ വീഡിയോ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും.